പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് തിരുസഭ യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ നാം വിചിന്തനം ചെയ്യുന്നത് ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയധികം നമ്മെ സ്നേഹിക്കുകയും സഹായിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പത്രോസ് പറയുന്നു, ദൈവത്തിന് പക്ഷപാതമില്ല. അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും അവിടത്തേക്ക് സ്വീകാര്യമാണ്. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മിൽ ഉണ്ടാകുവാൻ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധിയിൽ സൂക്ഷിക്കാം. അങ്ങനെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശു സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നു. ത്രിത്വേക ദൈവത്തിന്റെ സാന്നിധ്യം അപ്പോൾ അവിടെ ഉണ്ടാകുന്നു. നമ്മുടെ ജ്ഞാനസ്നാന വേളയിലും സ്വർഗത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരുന്നു. ത്രിത്വേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തെയും മനുഷ്യരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാം. നമ്മുടെ സമയവും കഴിവും സമ്പത്തും ആരോഗ്യവും സാന്നിധ്യവും സ്വർഗരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.